ഇതാന്ന് തോന്നുന്നു, ചിലപ്പോ ചീറ്റി പോവും. ആ ചപ്പാത്തി പിസ്സ. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? അതെന്ന് വെച്ചാ അങ്ങനെയാണ്. ഫേവറേറ്റ് സൂപ്പർ ഹീറോ അമ്പാടി. ഹൾക്ക്. ഇരുന്ന് കഷ്ടപ്പെട്ട് നിനക്ക് എന്തിനാണ് എനിക്ക് പാട് തരാൻ വേണ്ടിട്ട് വന്നേക്കുവാ. ഞാൻ അമ്പാടിക്ക് ഒരു സിനിമ പേര് പറഞ്ഞുതരാവേ. ചക്രത അഭിനയിച്ച് കാണിക്കണം. കള്ളത്തൊന്നുമില്ല എന്ന് പറയണ ചക്കര. ഗെയിമിലത്തൊക്കെ കാണിക്കും. ആട് ആടൊരു ഭീകരജീവി. ആട് ജീവിതം. ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യണത് ആരാണ്? എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ, എന്റെ അച്ഛൻ കട്ടോണ്ട് പോയി, എന്റെ അമ്മയുടെ ബ്രാൻഡി കുപ്പി, എന്റെ അച്ഛന്റെ ബ്രാൻഡി കുപ്പി, പിന്നെ ബാക്കി എന്റെ അമ്മ കുടിച്ച് തീർത്തേ. ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത്. പിങ്കിന്റെ ഒരു ഡ്രസ് ഉണ്ടോടാ എനിക്ക്? ഒരു ഡ്രസ് എനിക്കുണ്ടോടാ പിങ്ക്? ഉണ്ടോടാ? ഏത് ഡ്രസ്സാ പിങ്കുള്ളത്? ഏത് ഏത് പിങ്കും വൈറ്റും? എന്റെ കൂടെ എന്ന് വെച്ചാൽ ഞാനും എന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിറയെ സംസാരിക്കും. ഞങ്ങള് തമ്മിൽ എപ്പോഴും സംസാരിക്കും. അതുകൊണ്ട് അറിയാം വലിയ കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് അറിയാം. ഇനിയിപ്പോ ഇതൊക്കെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോ ഇതൊക്കെ മാറുമായിരിക്കും. അവനവൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ വ്യത്യാസമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മെയ്ഡ് ഫോർ ഈച്ച് അതർ, ഇതാണ് നമ്മുടെ ഗെയിം സെഗ്മെന്റ്. ഓക്കെ, എഴുതാനൊക്കെ ഇഷ്ടമാണോ ചക്കരെ? അമ്പോ, എഴുതാൻ അറിയോ നിനക്ക്? അതൊന്നും ആയിട്ടില്ല, ഒന്നാം ക്ലാസ് അല്ലേ ഉള്ളൂ. കൊച്ച് പറഞ്ഞാ മതി എന്ന് ചേച്ചി എഴുതി കാണിച്ചിട്ട് കൊച്ചു പറഞ്ഞാ മതി എഴുതാൻ അറിയില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ്. ഞാൻ ക്വസ്റ്റ്യൻ പറയണ. ക്വസ്റ്റ്യൻ ഞാൻ പറയണ കുട്ടാ. കൊച്ചു ആൻസർ ഞാൻ തന്നെ എഴുതുള്ളൂ. ക്വസ്റ്റ്യൻ ചേച്ചി പറയും, ആൻസർ കൊച്ചു എഴുതിക്കോ. എഴുതണ്ട അന്ന് അമ്മ എഴുതിക്കോട്ടെ, നമുക്ക് പറയാം. പെട്ടെന്ന് പറയില്ല കേട്ടാ, അമ്മ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ പറയാം. അപ്പൊ ഇവൻ കൊറേ നേരം ഇരുന്ന് ഉറങ്ങാൻ പോണവന് ഉറക്കം എന്നോട് ചക്കര കേട്ട് മടുത്താ. കേറിയപ്പോ മുതലേ പറഞ്ഞു അമ്മ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന്. അപ്പൊ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ താക്കോൽ എവിടെ മനസ്സിലായില്ല. ഒരു കാര്യണ്ട്, അമ്പാടി ഭയങ്കര എല്ലാം ചോദിക്കും. ലൈക്ക് എന്നോടാണെങ്കിലും എല്ലാത്തിനും ഡൗട്ട്സ് ഉള്ള ആളാണ്. ക്ലിയർ ചെയ്തിട്ടേ നടക്കുള്ളൂ. ചേച്ചി പറഞ്ഞാടാ ചക്കര, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, ചേച്ചി ബോർഡ് അമ്മയ്ക്ക് കൊടുക്കും, ഈ വിസിൽ കൊച്ചിനും തരും. ചേച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ അതിന്റെ ഉത്തരം അമ്മ ബോർഡിൽ എഴുതും. കൊച്ചു മിണ്ടല്ല, അപ്പൊ കൊച്ചിന് ഉത്തരം കിട്ടുമ്പോ കൊച്ചു വിസിലടിക്കണം. ഓക്കെ, എന്നിട്ട് ഉത്തരം പറഞ്ഞോ. ഞാൻ എഴുതി കഴിഞ്ഞിട്ടേ പറയാവൂ. എഴുതി കഴിഞ്ഞിട്ടേ പറയാവൂ. അപ്പൊ രണ്ടുപേരുടെ ഉത്തരം ഒന്നല്ലെങ്കിൽ അമ്മയ്ക്ക് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം. ഓക്കെ, ഡൺ. ഐശ്വര്യമായിട്ട് ഇത് ഇവിടെ പിടിച്ചോ. കോപ്പി അടിക്കാൻ പാടില്ല കേട്ടോ. എന്നോടാ പറഞ്ഞ. അപ്പൊ മെയ്ഡ് ഫോർ ഈച്ച് അതറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാ. കൊച്ചു ഉത്തരം കിട്ടി കഴിയുമ്പോ വിസിലടിക്കണം. ഓക്കെ, പക്ഷെ ഉത്തരം പറയരുത്, അമ്മ എഴുതി കഴിഞ്ഞിട്ട് കൊച്ചു ഉത്തരം പറയാവേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയ്ക്ക് അമ്പാടി എപ്പോഴും വാങ്ങി തരുന്ന ചോക്ലേറ്റ് ഏതാണ്? എപ്പോഴും വാങ്ങിച്ചു കൊടുക്കണ ചോക്ലേറ്റ്, അല്ലെങ്കിൽ അമ്പാടി എപ്പോഴും അമ്മ വാങ്ങിച്ചു തരുന്ന ചോക്ലേറ്റ് ഏതാണ് ചക്കരെ? ചോക്ലേറ്റ് വാങ്ങിച്ചിടക്കിടക്ക് കൊടുക്കാറുണ്ട്. അത് അങ്ങനെയില്ല, മാറി മാറിയേ കൊടുക്കുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഉത്തരം വേണം. എഴുതിയിട്ടുണ്ട്, ഇതാ തോന്നുന്നു. അങ്ങനല്ല, പറയണ. അയ്യോ, കാണിച്ചേ. ഓ, ഗുഡ് ബോയ്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് ഇച്ചിരി നീ വെള്ളം കുടിക്കുന്നു, സ്കൂളിൽ പോകാറില്ലാത്തോണ്ട്. ഫേവറേറ്റ് ടീച്ചർ, അമ്പാടിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ. ഒരു മിനിറ്റ്, അവന് ഉത്തരം പറയാൻ ശ്വാസം മുട്ടിട്ടാണോ? അത്രക്ക് ഇഷ്ടമുള്ള ടീച്ചർ ഉണ്ടാ? അമ്മയ്ക്ക് അറിയോ? ഇല്ല, അമ്മയ്ക്ക് അറിയാത്ത ടീച്ചർ പറഞ്ഞോ. എന്റെ പൊന്നോ, ജാക്കുലിൻ മിസ്. കൊള്ളാം, എനിക്ക് പണിഷ്മെന്റ് വേണം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യണത് ആരാണ്? അവൻ എന്തൊക്കെ പറയാ.
പറഞ്ഞു അല്ല സ്വന്തം അമ്മ. ഓ ചേച്ചി വിചാരിച്ചു അമ്മ എന്ന് പറയുന്നല്ലേ? അല്ല, ഞാനാ ശരിക്കും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്. അവൻ TV കാണും, ഫോൺ ഉപയോഗിക്കും, പക്ഷെ ഞാനാ കൂടുതൽ യൂസ് ചെയ്യും. 24 മണിക്കൂറും എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. പിന്നെ അവൻ അങ്ങനെ ഒരു തോന്നലുള്ള നല്ലതാ. അപ്പൊ അപ്പൊ നമുക്ക് ചേച്ചിക്ക് പണിഷ്മെന്റ് ഉണ്ട്. എന്തിനാ അതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ, എന്നെ നോക്കിട്ട് മറ്റേ പാട്ടില്ലേ, എന്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ, ആ പാട്ട് പാടണം. മോളെ നോക്കിട്ട് ഇടയ്ക്ക് അമ്പാടി നോക്കിയാൽ കുഴപ്പമുണ്ട്. അതെ, അവന് കുഴപ്പമുണ്ട്. എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ അച്ഛൻ കട്ടുകൊണ്ട് പോയി. എൻ്റെ അമ്മയുടെ ബ്രാൻഡി കുപ്പി, എൻ്റെ അച്ഛൻ്റെ ബ്രാൻഡി കുപ്പി, പിന്നെ ബാക്കി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. ബാക്കി കഴിഞ്ഞ ഇത്ര അറിയുള്ളൂ. വേറെ വല്ല പാട്ട് വേണേ ഞാൻ പാടാം. എന്നാ പാടിക്കോ. അതല്ല നല്ല അറിയാവുന്ന കാര്യം ചോദിക്കുക. അറിയാൻ പാടില്ലാത്ത വഴിയാകെ പോകുന്ന നല്ല ഞാൻ വിചാരിച്ചു എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോ വേറെ എന്തെങ്കിലും ഇതിലും കട്ടിയുള്ള തരുമെന്ന്. അത് എന്നെ നോക്കിയിട്ട് ജിമിക്കി കമ്മല് പാടണം. അല്ല എന്നാ ചേച്ചി വേറെ പാട്ട് പാടണമെങ്കിൽ കൂടെ പാടിക്കോട്ടെ. പണിഷ്മെന്റ് എന്തെങ്കിലും കഴിഞ്ഞു വെറുതെ പാടിക്കോ. അല്ല അത് വേണ്ട. അപ്പൊ അടുത്തതിലേക്ക് പോവാം. അടുത്തതില് അമ്പാടിക്കും കൂടെ ഇടയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാം. അമ്പാടി കുഞ്ഞു പാവോടാ. എനിക്കും വേണം പണിഷ്മെന്റ് എന്നൊക്കെ. നിനക്ക് തരാടാ അങ്ങനെയാണെങ്കിൽ. അത്ര ഹാർഡ് ആക്കണ്ട. എന്നാലും കൊച്ചിന് പണിഷ്മെന്റ് ഒക്കെ ഇഷ്ടല്ലേ? നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മുടെ 4th ക്വസ്റ്റൻ ആട്ടാ. ഫേവറേറ്റ് സൂപ്പർ ഹീറോ ഓഫ് അമ്പാടി. അമ്പാടിയുടെ സൂപ്പർ ഹീറോ. അത് അമ്പാടി കറക്റ്റ് ആയിട്ട് ഞാനും എഴുതും, അമ്പാടി എഴുതും. കാര്യമുണ്ട്. ഹൾക്ക്. ഞാൻ എഴുതും, അമ്പാടി എഴുതും. എന്താ കാര്യം അറിയോ ഇത്ര എഴുതാൻ കാര്യം? സ്കൂളിലെ ഇപ്പൊ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനല്ല, ഫേവറേറ്റ് അല്ലേ ചോദിച്ചേ. അപ്പൊ തോറ് ഇരുന്ന് കഷ്ടപ്പെട്ട് നിനക്ക് എന്തിനാ എനിക്ക് എടാ നീ പണിയെടുക്കാൻ വേണ്ടി ചെയ്ത. അതായത് മോന് ഇപ്പൊ സൂപ്പർ ഹീറോയെ പറ്റിയിട്ട് ഇവർക്ക് പ്രൊജക്ട് ഉണ്ടായിരുന്നു ചെയ്യാൻ. അപ്പൊ ഇവന് പിള്ളേർക്ക് എഴുതാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് പ്രൊജക്റ്റ് അത്. തോറിന്റെ ഫോട്ടോ ഒക്കെ ഫുൾ ഒട്ടിച്ച് തോറിന്റെ പേരൊക്കെ ഇതൊന്നും അല്ല ശരിക്കും വേറെന്തോ എന്താ എന്തോ ഒരു സാധനം വേറെന്തോ പേരുണ്ട്. അത് ഈ തോറിന്റെ പവർ എന്താണ്, എന്തുകൊണ്ട് തോറ് റോൾ മോഡലായി, ഇതെല്ലാം ഇരുന്ന് കുത്തിയിരുന്ന് എഴുതി പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തതാ ഞാൻ. അതുകൊണ്ട് തോറായിരിക്കും ഇത്. പക്ഷെ അവന് ഹൾക്ക് ആയിരുന്നു ചേച്ചി. തോറ്, ഹൾക്ക്, പിന്നെ സൂപ്പർമാൻ, ഇമാതിരി മറ്റേ സൂപ്പർ ഹീറോസിന് എല്ലാരും ഇഷ്ടാ. പിള്ളേരെല്ലാരും ഈ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, ഈ മായാവിയും കുട്ടൂസനും ലിറ്റാപ്പിയൊന്നും അല്ലാതെ. എന്റെ ആ സമയത്ത് അതായിരുന്നു ഡിങ്കനൊക്കെ ആരും ചോദിക്കും. സത്യത്തിൽ മായാവി ലുട്ടാപ്പിയൊക്കെ കാണാറുണ്ടോടാ? മായാവി ലുട്ടാപ്പിയൊക്കെ അറിയില്ലേ? കൊച്ചിന് ഇഷ്ടമല്ല. ഒന്നെങ്കിൽ കാണുന്ന അങ്ങനത്തെ ഒന്നുമല്ലേ അതെന്താ ഗെയിം അറിയത്തില്ല. യൂട്യൂബിലും മറ്റേ ഇവര് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഗെയിമിന്റെ കാര്യങ്ങൾ, ആ സാധനത്തെ പറ്റിയാണ് ഈ പറഞ്ഞോണ്ടിരിക്കണേ. നീ പണി കൊടുക്കാൻ വേണ്ടി മാറ്റി പറഞ്ഞല്ലേ? പണിഷ്മെന്റ് ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ അല്ലേ? പണിഷ്മെന്റ് കൊടുക്ക്. 2 പേർക്കൂടെ ഉള്ള പണിഷ്മെന്റ് അത് വിഷയക്കല്ലേ? നല്ല പണിഷ്മെന്റ്, ഐശ്വര്യത്തിന്റെ ഒരു പണിഷ്മെന്റാ. ഞാൻ റെഡി. നമ്മുടെ ഇവിടെ കൃഷ്ണൻ ഇരിക്കണ കണ്ടോ? കൃഷ്ണൻ നോക്കിയിട്ട് നമ്മുടെ മറ്റേ ഒരു പാട്ടില്ലേ, നമ്മുടെ വിഷുവിന്റെ പാട്ടാ. ഞാൻ ആദ്യം പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? ഞാനിതേ ആദ്യം പാടിപ്പിച്ചോ വല്ല പാട്ട് പാടാമെങ്കിൽ പാടാൻ വേണ്ടി വെച്ചിരുന്നു. ആകെ അറിയാവുന്ന ഒരു പാട്ട് ഓർമ്മയുണ്ടോ നോക്കട്ടെ. അപ്പൊ ഓർമ്മയുണ്ട്. അപ്പൊ 2 പേരും കൂടെ കൃഷ്ണനെ നോക്കിയിട്ട് പാട്ട് പാടിക്കും. 2 പേര് പാടിയാ മതി. 2 പേരും. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും വർണ്ണച്ചുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ഈ ഒരു 13-14 ദിവസങ്ങളില് ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിൽ പുള്ളിക്കാരൻ പാട്ട് കഴിഞ്ഞപ്പോ ദീർഘശ്വാസൊക്കെ സമാധാനം എന്നൊക്കെ. ഇനിയുണ്ടോ? പിന്നില്ലേ, പിന്നെ ഞാൻ എന്തിനാ 5-3 പാസ് മാർക്ക് കിട്ടി. അതെ, അടുത്ത് ചോദിക്കട്ടെ. നീ ആലോചിച്ച ആൻസർ ചെയ്യാലോ കേട്ടോ. പണി കൊടുക്കാൻ പണി കൊടുക്കാൻ പറയില്ലേ? സത്യം ഇതിനകത്ത് കള്ളത്തരം പാടില്ല. ഓക്കെ, നമുക്ക് അല്ലെങ്കിലും കള്ളത്തരൊന്നുമില്ല എന്ന് പറയട്ടെ ചക്കരെ. ഗെയിമിലത്തൊക്കെ കാണിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എവിടെ വേണേലും യാത്ര ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് സ്ഥലം സെലക്ട് ചെയ്യും? എവിടെ വേണേ പോവാം.
അതിനുള്ളൊരു ഓപ്ഷൻ തരാം. എവിടെ വേണേ പോവാം. ആ കിട്ടി. ലോകത്തില് എവിടെ വേണേ പോവാം. അപ്പൊ നിങ്ങൾ ഈ സ്ഥലത്ത് പോകുന്നു, അവന് കിട്ടി. അവന് ഇഷ്ടമുള്ള സ്ഥലമല്ലേ പറയുന്നത്, എനിക്ക് ഇഷ്ടം വേറെ സ്ഥലമാണെങ്കിലോ? ഞങ്ങക്ക് അതാ ഞങ്ങൾ രണ്ടുപേരൂടെ പോയിട്ടുള്ള സ്ഥലമാണോ? ഒരുമിച്ചുള്ളതാ. ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സ്ഥലമാണോ? ഒരുമിച്ച് പോകുന്ന സ്ഥലം. സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം. സ്ഥിരമായിട്ടല്ല, ഒരുമിച്ച് നിങ്ങൾക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം. ഇപ്പൊ ഒരു ചാൻസ് കിട്ടാണെങ്കിൽ ഇങ്ങനെ. അല്ല, ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുള്ള, ഞങ്ങള് പോവാൻ ഇഷ്ടമുള്ള അതൊന്നുമല്ല ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾക്ക് പോവാനായിട്ടൊരു ചാൻസ് തരാണ്, എവിടെ വേണമെങ്കിലും പോവാം. ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാനുള്ള ചാൻസ് തരാണെങ്കിൽ എവിടെ സെലക്ട് ചെയ്യും? അമ്പാടിയം കൊണ്ട് പോകും. അവൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അവന് ഇഷ്ടപോലെ ഉണ്ട് ലിസ്റ്റ്. നിങ്ങൾക്ക് അവനിപ്പോ ആലോചിച്ച സത്യമായിട്ടും എനിക്ക് ഒരേ ഒരു ലിസ്റ്റ് അല്ല, ഫേവറേറ്റ്. ഞാനിപ്പോ എന്തായാലും ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, നോക്കാം. ലോകത്തിലൊന്നുമല്ല, കേരളത്തിൽ തന്നെയാ. വയനാട്. ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് പ്ലേസ് അത്. എത്ര പോയാലും ഞങ്ങൾക്ക് മടുക്കത്തില്ല. വയനാട് മുത്തങ്ങ കാടിന്റെ സൈഡില് സ്ഥിരം പോകുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മാനുകളും ആന എല്ലാം കാണുന്ന, അത് ഞങ്ങൾ സ്ഥിരമായിട്ട് കുറെ വട്ടം പോവാ. ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അമ്പാടി ഞാനൊരു 3 വട്ടം പോയിട്ടുണ്ട്. അതുപോലെ മോനെ 4 വട്ടം പോയി. അതിപ്പോഴും നാളെ പോകണം എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ പോക്ക് അങ്ങനെയാ. ഉച്ച കഴിയുമ്പോ അമ്പാടി വയനാട് പോയാലോ, അപ്പൊ ഉടനെ 11:30 ആകുമ്പോ ഇവിടുന്ന് വണ്ടി എടുക്കും. ഞാൻ വെളുപ്പിനെ ആകുമ്പോ ഞാനും മോനും ജിജിയമ്മയും, അല്ലെ ഞാനും മോനും മാത്രം, അങ്ങനെയൊക്കെ തന്നെ പോയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇനി ലോകത്തിലെവിടത്തൊക്കെ പറയും വല്ലോ അമേരിക്ക വല്ലതും പറയും. വയനാട് സുയിരല്ലേ? വയനാട് ഇഷ്ടം. ഓ വയനാട്. നെക്സ്റ്റ് അമ്മ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരുന്ന ഫുഡ് ഏതാ കണ്ണാ? അവരൊക്കെ പെട്ടെന്ന് ഇവിടെ ചടപടാന്ന് കിട്ടാണ്. വീട്ടില് 3 നേരം കഴിച്ചോണ്ടിരിക്കുന്നത്. 3 നേരം കഴിച്ചോണ്ടിരിക്കുന്നത് അല്ല, അത് അമ്മ കഴിഞ്ഞിട്ടുള്ള എന്റെ കാര്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരാറുള്ള ഫുഡ്. അമ്മ ഉണ്ടാക്കി തരുന്ന ജിജിയമ്മയാടോ വീട്ടിലുണ്ടാക്കുന്നത്? ഏറ്റവും കൂടുതൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് എന്താ? അമ്മ ഉണ്ടാക്കി 2 തവണ ഉണ്ടാക്കി. പറയണ്ട, ഏതാന്ന് പറയുന്നില്ല. ഓക്കേ. 2 തവണ ഉണ്ടാക്കി തന്നേക്കുന്ന ഒരു സാധനം ഉണ്ട്. ഇപ്പഴാണ് കൊച്ചു ആക്ട്. ആ ചേച്ചി തുടച്ചൊക്കെ എഴുതണട്ടാ. ഇതാന്ന് തോന്നുന്നു, ചെലപ്പോ ചീറ്റി പോവും. ചപ്പാത്തി പിസ്സ. ഇതെങ്ങനെയാണ് ശരിയാവുന്നേ? അതെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ബിക്കോസ് ഞാൻ ചപ്പാത്തി പിസ്സ എന്ന് പറയുന്നത് ചപ്പാത്തി കൊണ്ട് പിസ്സ ഉണ്ടാക്കുന്നതാണ്. ഓ, ഞാൻ വിചാരിച്ചു ചപ്പാത്തി ആൻഡ് പിസ്സ. ഇവൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ഞാൻ പിസ്സ ചപ്പാത്തിയില് ചീസൊക്കെ ഇട്ടിട്ട് അതിന്റെ മേലെ സോസേജ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പുറത്തുനിന്ന് പിസ്സ കൊടുക്ക വാങ്ങിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അതാ ചപ്പാത്തി പിസ്സ എന്ന് പറഞ്ഞത്. കൊച്ചിന് ഇഷ്ടമാണോടാ? അതാണോ നീ 3 വട്ടം ഉണ്ടാക്കി തന്നു പറഞ്ഞ ആദ്യം? കൂടുതലും ജിജിയമ്മയാ വീട്ടില് കുക്ക് ചെയ്യുന്നത്. ഞാൻ വല്ലപ്പോഴേ അടുക്കള കയറാറുള്ളൂ. എല്ലാ നാളിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ജിജിയമ്മ പറയും തന്നെ കയറി ഉണ്ടാക്കി. ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പറയുന്നത്. എന്താ കൂടെന്ന് വെച്ചാൽ ഞാനും എന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിറയെ സംസാരിക്കും. ഞങ്ങള് തമ്മിൽ എപ്പോഴും സംസാരിക്കും. അതുകൊണ്ട് അറിയാം വലിയ കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് അറിയാം. ഇനിയിപ്പോ ഇതൊക്കെ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോ ഇതൊക്കെ മാറുമായിരിക്കും. അവൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾ വ്യത്യാസമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അമ്പാടിയുടെ ഏറ്റവും വലിയ അംബീഷൻ എന്താ? അംബീഷൻ, ഡ്രീം, ലൈക്ക് ഇപ്പം ആവണം എന്ന് ആഗ്രഹമുള്ള ഒരു സംഭവം. കൊച്ചു മറന്നു. എന്താ അവനറിയാം, അവൻ പറഞ്ഞോളൂ, അവൻ അത് തന്നെ പറയുള്ളൂ. ലാസ്റ്റ് ആവണ്ടേ ഞാൻ എന്താ? സീസണല്ല, ആക്ടർ. എടാ ആക്ടറടാ. ഇന്ന് ഞാൻ പറയാം കോമഡി വെച്ചാല്, ഇവനോടിപ്പോ ഏത് സിനിമയായിരുന്നാലും നമ്മുടെ സുരേഷ് മേഘു മൂസയ്ക്ക് പോയ സമയത്ത് അദ്ദേഹം ഇത് പട്ടാളം ഇട്ടുന്നപ്പം അവിടെ വെച്ചിട്ട് ഉടനെ എനിക്ക് ഓർമ്മയുണ്ട് നീ പറഞ്ഞത്, എനിക്ക് പട്ടാളം ആവണമെന്ന്. കുറച്ചാള് പട്ടാളം ആവണമെന്ന് പറഞ്ഞില്ല, ആർമിയിൽ ചേർന്ന്. അത് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സിനിമ കണ്ടു എനിക്ക് അതുപോലെ ആവണം, വേറെ എന്തെങ്കിലും കണ്ട എനിക്ക് അതുപോലെ ആകണം, അങ്ങനെ സീസണലാണ്. പക്ഷെ എനിക്കിഷ്ടം അവൻ നല്ലൊരു നടനാവണം എന്ന് ആഗ്രഹം. പണിഷ്മെന്റ് ഇല്ലാണ്ട് അവന് കൊടുക്കണം പണിഷ്മെന്റ്. അവനെ തെറ്റിച്ചത് നീയാ തെറ്റിച്ചത്, ഞാനല്ല തെറ്റിച്ചത്. പണിഷ്മെന്റ് വാങ്ങാൻ വേണ്ടി തെറ്റിക്കുന്ന ഒരു വ്യക്തിയാണ്. അമ്മയ്ക്ക് നിന്നെ ആക്ടറായിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമല്ലേ? അപ്പൊ നമുക്കൊരു ആക്ടർ ആയാലോ? ഇപ്പൊ
ആ ഒരു സംഭവം തരാം, അഭിനയിച്ച് കാണിക്കണം. പാട്ട് പാടി അഭിനയിച്ചോ കൊച്ച്? നമ്മുടെ RDXലെ റൊമാൻറ്റിക് സോങ്ങിൽ RDXലെ പാട്ട് അറിയോ? ആരാധിക എന്നെ നോക്കി പാടി. ആ ആരാധിക എന്നെ നോക്കി പാടി. ആ കണ്ണുകളിലെ ഒരു തീക്ഷ്ണത വെച്ചിട്ടൊക്കെ പാടറാ. സ്നേഹിച്ച് പാടില്ല ആരാധിക. സ്നേഹിച്ചൊക്കെ പാടിക്കോ. അത്രയും പിച്ച് കൂടിയാ കുറച്ച് കഴിയുമ്പോ നീ വലിഞ്ഞു മുറുകും. പിച്ച് ആത്തി പാടിക്കോടെ ചക്കരെ. കൈ ആക്ഷൻ ഒക്കെ എടുത്ത് പാടിക്കോ. അങ്ങനെ അങ്ങനെ തമിഴാണോടാ പാടുന്നത്? നാളേറെയായി അങ്ങനെ. പോകിലും അകലേക്കുമായിലും. അത് എവിടെയാടാ മുഖത്ത് റിയാക്ഷനും വരുന്നില്ല. എക്സ്പ്രഷൻ എവിടെടാ എക്സ്പ്രഷൻ? ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടടാ. എന്നെ നോക്കിയൊരു പാട്ട് പാടോ? അന്ന് അവിടെ നോക്കിയൊരു പാട്ട് പാട്. നാണ് വന്നു. ഒരു പാട്ട് പാടറാ. നാണോ ഒന്നും വേണ്ട, നീ പാടിക്കോ. എടാ ചക്കരെ, നീ പാടണൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലടാ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാടുവോ? അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് കളർ ഏതാ? നിനക്ക് അറിയാമെങ്കിൽ നീ എഴുത്. നീ ചുമ്മാ ആലോചിച്ച് നോക്ക്. കിട്ടുവാടാ. നീ ആലോചിച്ച് നോക്കി നിനക്ക് കിട്ടും. അവനറിയാം ഏറ്റവും കൂടുതലുള്ള ഡ്രസ്സുകളെല്ലാം അവനറിയാം ഏതാന്ന്. ഞാൻ എന്തായാലും കാണിക്കാൻ പോവാണേ. ഓക്കെ, വിസിലൂതിക്കോട്ടെ വേഗം. പിങ്ക്. അല്ലടാ ബ്ലാക്ക് പിങ്ക്. എനിക്ക് കൂടെ ബ്ലാക്ക് ഡ്രസ് അല്ലേടാ വീട്ടിൽ ഇരിക്കുന്നത്. എനിക്ക് പിങ്ക്. ഒരു കാര്യം പറയട്ടെ, പിങ്കിന്റെ ഒരു ഡ്രസ് ഉണ്ടോടാ? എനിക്ക് ഒരു ഡ്രസ് എനിക്കുണ്ടോടാ പിങ്ക്? ഉണ്ടോടാ? ഏത് ഡ്രസ്സാ പിങ്ക് ഉള്ളത്? ഏത് ഏത് പിങ്കും വൈറ്റും? അത് ഒരെണ്ണം വല്ലതും കാണും, മറ്റേത് ഫുള്ള് ബ്ലാക്ക് അല്ലേ. ആർക്കാ പണിഷ്മെന്റ് ഇതില്? ഈവന്. നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തില്. എന്ത് കഷ്ടം. ഇത് 2 പേർക്ക് കൂടെ പണിഷ്മെന്റ്. അപ്പൊ നിങ്ങൾ രണ്ട് തീരുമാനം പറ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. ഞാൻ അമ്പാടിക്ക് ഒരു സിനിമ പേര് പറഞ്ഞുതരാവേ. ചക്രത അഭിനയിച്ച് കാണിക്കണം. എനിക്ക് മനസ്സിലാവണം കേട്ടോ അമ്പാടി, നീ അഭിനയിച്ച് കാണിക്കുമ്പോ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന രീതി വാ എനക്കണ്ട. ഓക്കെ, ആ വായ എനക്കല്ലേട്ടാ. പറ. മലയാളമാണോ? മലയാളമാണോ? വലിയ വലിയ വേർഡാണോ കൊച്ചു വേർഡാണോ? 2 വേർഡുണ്ട്. ഇപ്പോ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ 2 വേർഡുണ്ട്. അങ്ങനെ 2 വേർഡുണ്ട്. വലുതാ ചെറുതാ? ആരാ അഭിനയിച്ചേക്കുന്നത്? ലാലേട്ടൻ, മമ്മൂക്ക, ആരാ അഭിനയിച്ചേക്കുന്നത്? അറിയില്ല. അത് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോ, ആരാ അഭിനയിച്ചേക്കുന്നത്? വാഴ ചേച്ചി പറഞ്ഞുതരാം. വല്ലാത്ത ടാസ്ക് ആയി പോയി. സൂക്ഷിച്ച് എവിടെ നിന്ന് വരുമ്പോ തീ പിടിക്കല്ലേട്ടാ കണ്ണാ. ആരാ? ലാലേട്ടനാണോ മമ്മൂക്കയാണോ? ഇവർ 2 പേരും അല്ല. ദിലീപേട്ടൻ, ജയറാമേട്ടൻ. പുതിയ പടമാണോ? ഇപ്പൊ അടുത്തിറങ്ങിയ പടം പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്. അപ്പൊ ഒരു ആദ്യത്തെ വേർഡ് എങ്ങനെയെങ്കിലും അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? നടക്കുന്നതോ? പിന്നെ പതിയോ? പിന്നെ അത് അഭിനയിച്ച് കാണിക്കുക. ആ വേർഡ് എടുത്ത്, ആ വേർഡ് കൊമ്പ്, പുലിമുരുകൻ അല്ല, പിന്നെ കൊമ്പുണ്ടോ? പിന്നെന്താ നീ ഇങ്ങനെ വെച്ചത്? വല്ല മൃഗങ്ങളായിട്ട് ബന്ധമുണ്ടോ? നടക്കുകയാണോ? ചക്കര ഒന്നുകൂടെ പറഞ്ഞാ. നീ പറഞ്ഞു കൊടുക്കുന്നൊന്നും അല്ലട്ടോ മോളെ. ഇത് വേറെ ഒന്നുകൂടെ കേട്ടിട്ട് വാ. പട്ടി, പൂച്ച, പിടിക്കൽ. നീ ഒന്നുകൂടെ പോയി. അതൊന്നും അല്ലടാ. ബാ ബാ ചക്കര. അവിടുന്ന് വരുമ്പോ സൂക്ഷിക്കണ, തീയുണ്ട്. നീ എന്നോട് അങ്ങനെ അറിയില്ലേ? അല്ലടാ, അതും കൂടെ ഞാൻ കാണിച്ചു തരാടാ. എങ്ങനെ ചെയ്യണ്ടതും കൂടെ ഒന്ന് പറഞ്ഞു തരുമോന്ന്. അല്ല, ആ അക്ഷരം എങ്ങനെ അഭിനയിക്കുക? ആ വേർഡ് എങ്ങനെ അഭിനയിക്കും? ചാടുക, വീഴുക, പതുങ്ങിയിരിക്കുക, നടക്കുക. രണ്ടാമത്തെ അക്ഷരത്തിന്റെ പറയുന്ന ഒരു വാക്കേ ഉള്ളൂ. ഒരു വാക്ക് പകുതി. ഒരു വാക്കിനെ 2 ആക്കിയാ പറയുക. ഓക്കെ, രണ്ടാമത്തെ വേർഡ്. ആദ്യത്തെ വേർഡ്. ഓക്കെ, കൊമ്പ്, മാൻ, കടുവ, പുലി, സിംഹം, ആട്. ആടൊരു ഭീകരജീവി.
ആട് 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 ജീവിതം ആ എടാ നമ്മള് കഴിഞ്ഞ ദിവസം പോയി കണ്ടല്ലോ അവിടെ നടക്കണതാണ് ഉദ്ദേശിച്ചത്, ആടെ ഇടയുന്നു ആ സാധനമാണ് സഹോദരൻ ഉദ്ദേശിച്ചത്. ആ നമ്മള് കണ്ടതാ, ഞങ്ങൾ രണ്ടുപേരോട് പോയി. കണ്ടായിരുന്നോ? എങ്ങനെ ചെയ്യണ്ടേന്ന് അത് ശരിക്കും ഭയങ്കര പാടാ. ഇങ്ങനെ ജീവിതമൊക്കെ കൊച്ചു എങ്ങനെ കാണിക്കും? അത് ഞാൻ ജീവിതം കാണിക്കാണ്ടിരുന്നത്, എനിക്കത് മനസ്സിലായില്ല ജീവിതം എങ്ങനെ ആട് പിന്നെ ഓക്കെ. പക്ഷെ നിനക്ക് ഫസ്റ്റ് കൊമ്പ് കാണിച്ചു. കാണിച്ചായിരുന്നു കൊച്ചി. ആടാടോ അപ്പൊ അടുത്തടുത്തെന്ന് പറയണ്ടേ. നമ്മുടെ വീട്ടിൽ ആടിന് കൊമ്പുണ്ടായിരുന്നില്ല, ഓടുന്നു. അതുകൊണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനല്ലേ. നല്ല പാട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലേ? ആടുജീവിതം അവന് പാടുള്ളത് വേണം വേണമെന്ന് പറഞ്ഞിട്ടാണ്. ആടുജീവിതം ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്പാടിക്ക്. എനിക്ക് പക്ഷെ ഇതുപോലത്തെ പനിഷ്മെന്റ് ഇഷ്ടാണ്, നമുക്ക് കളിക്കാടാ. ക്യാമറ ഓഫ് ചെയ്താൽ നമുക്ക് കളിക്കാട്ടാ. അടുത്തത് വേഗം. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ. കണ്ണേട്ടൻ നമ്മുടെ ചക്കരയ്ക്ക് വാങ്ങിച്ചു കൊടുത്തേക്കുന്ന ഒരു ഗിഫ്റ്റ്, ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. ഏറ്റവും വലിയ ഗിഫ്റ്റ് അച്ഛൻ വാങ്ങിച്ചതിനകത്ത് വില കൂടിയതാണോ ഉദ്ദേശിക്കണേ? ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കലുണ്ട്. എന്നാലും കുറച്ച് അവന് കിട്ടി. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഒന്നുമില്ല, നിങ്ങൾ കോമ്പറ്റീറ്റേഴ്സ് ആണ്. അച്ഛൻ ഉണ്ണിയച്ഛൻ വാങ്ങിച്ചു കൊടുത്താൽ പറ്റില്ല കേട്ടോ, അച്ഛനെ പാടുള്ളൂ. ഓക്കെ. ഉണ്ണിയച്ഛൻ എന്ന് വെച്ചാൽ കണ്ണന്റെ അച്ഛന്റെ അനിയൻ, കണ്ണന്റെ അനിയൻ. ഓ മറ്റേ സാധനത്തിന്റെ പേരെന്താ ഇങ്ങനെ പോണേ? അയ്യോ ആ ഇപ്പൊ അല്ലല്ല അതിന്റെ അയ്യോ അതാണ് തോന്നുന്നത്. അതല്ല വേറെന്താ അച്ഛൻ വാങ്ങിച്ചു തന്നേക്കുന്ന വില കൂടുതൽ? അതെ ഒരെണ്ണം മതി. അതല്ല സ്കൂട്ടി, മറ്റേ പോണ സാധനം. ഏത് കാർ? എന്താ വാച്ച് വെച്ച് ചെയ്യുന്ന ഇങ്ങനെ തിരിക്കണത് കാറില്ലേ? ബുദ്ധിയില്ലേ? ഓർത്തല്ലടാ, ക്ഷമിച്ചടാ. പക്ഷെ ബൈക്കല്ലേ? അത് ബൈക്കല്ലേ, ഇത് സ്കൂട്ടി ഒന്നല്ല അല്ലേ? ഈ അമ്മ ഇത് കൊളാക്കുമല്ലേ? സോറി സാർ. അടുത്ത വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അയ്യോ എന്താ നെക്സ്റ്റ് എന്നൊക്കെ. അപ്പൊ ചേച്ചിക്കാണ് പണിഷ്മെന്റ്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ചക്കരക്ക് ഒരു ചാൻസ് കൊടുത്തേക്കാ. ഇഷ്ടമുള്ള പണിഷ്മെന്റ് കൊടുത്തോടാ. എന്തിനാണ് അങ്ങനെയൊക്കെ? അതൊക്കെ വേണമല്ലേ? അതൊന്നും വേണ്ട. എന്തിനാണ് അമ്പച്ച നമ്മള് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് കാണണ്ട? നമ്മൾ ഇനി കണ്ടതല്ലേ. പ്ലീസ് നല്ല പണിഷ്മെന്റ് കൊടുത്തോട്ടാ. നല്ല പണിഷ്മെന്റ്. ഗെയിം അല്ല, അതിനകത്ത് അമ്മയും മോനൊന്നുമില്ല. എന്ത് ഗെയിമാ പണിഷ്മെന്റ്? ഞങ്ങൾ നാട്ടുകാര് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ക്യാമറ വെച്ചേക്കുവാ, നാട്ടുകാര് മുഴുവൻ കാണുന്നുണ്ട്. ഒരു എന്താ എന്നെ കൊണ്ട് പറ്റുന്നത് ഫിലിം ആക്ടിങ് സിമ്പിൾ ആണ്. എന്താ വേണ്ടത്? ഏത് സീനാണ് ചക്കര? ഏത് സീനാ? ഏത് സിനിമ? ഡയലോഗ് ഏതേലും പറ. അമ്മയുടെ മറ്റേ ഫൈറ്റിംഗ് സീനത്തെ. അതിവിടെ എന്ന് പറഞ്ഞ ഇപ്പൊ മുഴുവൻ അതിനകത്ത് ഫുൾ ഫൈറ്റിംഗ്. അത് കുഴപ്പമില്ല, എന്നോട് ഫൈറ്റ് ചെയ്തോ. എടുത്തിട്ട് അടിക്കുന്നു. വേണ്ട, വേറെ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ് പറഞ്ഞാൽ മതിയോ? അമ്മയുടെ അല്ലാത്ത സിനിമയുടെ ഡയലോഗ്. എടാ അമ്മയുടെ വേണം നിർബന്ധമില്ലടാ, ഏതായാലും കുഴപ്പമില്ല. മഞ്ഞുമൽ ബോയ്സിനകത്ത് കുട്ടേട്ടാ മതിയോ? എടാ കഴിഞ്ഞാടാ. സുഭാഷേ ശരിയായോ? കള്ള നീ ചെയ്ത് കൊടുത്തല്ലേ. അപ്പൊ ഇരിക്കായിരുന്നെങ്കിലോ? കൊറച്ചു നേരം ഞാൻ ഒന്ന് പേടിച്ചു, എന്താണാവോ ഈ വായിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം തിരിച്ചേക്കട്ടെ ചക്കര. ഞങ്ങൾക്ക് 10ൽ എത്ര മാർക്ക്? എത്ര 8ലായിരുന്നോ? 2 തെറ്റിച്ചോ? 3 തെറ്റിച്ചു അല്ലേ? 4 തെറ്റിച്ചു. 3 തെറ്റിച്ചുള്ളൂ. നിനക്കല്ല, ഒരുമിച്ചാണ് കുട്ടി തെറ്റിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ഗെയിം ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പൊ സമ്മാനം വേണ്ടേ? ഗെയിം ആവുമ്പോ സമ്മാനം മസ്റ്റാണ്. ഇതിനകത്ത് വലുത് അമ്മക്ക് കൊടുക്കാല്ലേ? എന്തായാലും വീട്ടിലേക്കല്ലേ അല്ലേ? വലുത് അമ്മക്ക് കൊടുക്കട്ടെ, ചെറുത് കുഞ്ഞിനരട്ടെ. വലുത് അമ്പാടിക്ക് കൊടുത്തേക്കോ. പക്ഷെ എന്നടാ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാ വലുതിനേക്കാളും. നേരാ, കുഞ്ഞിത് മതി. നേരാ, താങ്ക് യു. ഇതിന് വെയിറ്റ് കുറവാടാ. താങ്ക് യു. വേണ്ട, വെയിറ്റ് നോക്കിയൊക്കെ ഇതങ്ങോട്ട് വെച്ചേക്കും, അങ്ങോട്ട് വെച്ചേക്കും. രണ്ട് ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞിന്? വീട്ടിലൊക്കെ ചെന്ന് തുറന്നു നോക്കിക്കോട്ടെ. കാറ കേറുമ്പോഴേ പൊട്ടിക്കൂല്ലോ അതൊക്കെ അത്ര തുറക്കുക. പുള്ളി ചേച്ചി കാറ് കയറുമെന്ന് എന്തെന്നൊക്കെ. ചേച്ചി ഫ്രണ്ട്ഷിപ്പിനൊക്കെ ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ, ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറെ സൗഹൃദങ്ങൾ കൂടെ ഉണ്ടെന്ന്.
ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന് അത്രയും ട്രഷർ ചെയ്യുന്ന ഒരാൾ നമുക്കറിയാം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആര്യ ചേച്ചിയും മഞ്ജു ചേച്ചിയും ഭയങ്കര ട്രഷർ ചെയ്ത് കൊണ്ടുവരുന്നതാ. അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ ആ ഒരു സംഭവം പോയി എന്ന് തോന്നുന്നുണ്ട്, ഒരു കണക്ഷൻ ഡ്രോപ്പ് ആയിരുന്നു. ബിഗ് ബോസുമായിട്ടുള്ള സംഭവം അല്ല. ആര്യ എന്റെ ഫ്രണ്ട്സിൽ എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സിൽ ഒരാൾ തന്നെയാണ്. അവർക്ക് നാളെ ഒരിക്കലും ഒരു ആവശ്യമായിരുന്നു പറയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അവിടെ എത്തിയിരിക്കും. അതങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താ പറയാ, പണ്ടത്തെ പോലെ എന്നും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നില്ല. അവൾ അവളുടേതായിട്ടുള്ള തിരക്കിലാണ്. ബിസിനസ് കാര്യങ്ങളെല്ലാം ആയിട്ട് അവളും തിരക്കാണ്. അവൾ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ തന്നെയാണ് അതിനകത്ത്. ബേസിക്കലി ഒരു കാര്യം പറയാം, എനിക്ക് ലൈഫിൽ ഒരാളോടും വൈരാഗ്യമില്ല, ഒരാളോടും എന്താ പറയാ ഒരാൾ മോശമായി പോട്ടെ എന്ന് ഉള്ളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കത്തില്ല. ഇനി എന്നോട് എത്ര ദ്രോഹിച്ചവരാണെങ്കിലും അതെന്നെ ചുറ്റിയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അതും ഇതൊക്കെ പറയായിരിക്കും. പക്ഷെ ഒരാളോടും ബേസിക്കലി ദേഷ്യം എനിക്ക് വെക്കാൻ അറിയില്ല. അപ്പൊ പറയാനുള്ളത് ഞാൻ അപ്പം മുഖത്ത് നോക്കി പറയും. വെച്ചിട്ട് കാര്യമില്ലല്ലോ, നാളെ എന്താവും അറിയില്ല. ഇപ്പൊ നമ്മളിരുന്ന് സംസാരിക്കുന്നു, നാളെ എന്താവും അറിയില്ല. അങ്ങനല്ല. സോ ഈ സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും ദേഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അന്നു തന്നെ പറഞ്ഞു തീർക്കാൻ മാക്സിമം ശ്രമിക്കുക. പലപ്പോഴും ഞാൻ പല കാര്യത്തിലും അങ്ങനെ നമ്മുടെ സൗഹൃദത്തിലൊക്കെ ശ്രമിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും എനിക്കുള്ള സൗഹൃദങ്ങൾ. കൊച്ചിയിൽ വന്നു കെട്ടിയ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. ഹോസ്പിറ്റലിൽ കിടന്ന് എൻ്റെ കൂടെ മാറി മാറി നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ ദിവസം തന്നെ പനി വന്ന് ഹോസ്പിറ്റലിൽ ഞാൻ ആയ സമയത്ത്, വയ്യാതെ വന്ന സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാരെല്ലാവരും മാറി മാറി രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് നിന്ന്. അവർക്കൊക്കെ ഫാമിലി ഉള്ളവരാ. പക്ഷെ 3 ദിവസം എൻ്റെ ഫ്രണ്ട്സാ. പകലൊരാൾ നിന്നു, ഭാമ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ട് തന്നു. ആർട്ടിസ്റ്റ് അവൾ നല്ല ഞാനുമായിട്ട് ക്ലോസാ. അപ്പോൾ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, രശ്മി, അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടൻ, നമ്മുടെ വേറെ ഒരു കുറേ ഫ്രണ്ട്സ് ഗ്യാങ്. ഫോട്ടോ വെച്ചിൽ എനിക്കൊരു വലിയ ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്. അവരെല്ലാവരും, റീന, ദിവ്യ, എല്ലാവരും മാറി മാറി. രശ്മി ഒരു ദിവസം രാത്രി, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതെൻ്റെ വലിയ ഭാഗ്യമാണ്. എന്നുവെച്ചാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന, അത് ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് ഫാമിലി ഉള്ളവരാണെങ്കിൽ കൂടെ നമ്മുടെ കൂടെ രാത്രിയിൽ വന്നവര് എൻ്റെ കൂടെ നിൽക്കാന്ന് പറയുന്നത് ഒരു വലിയ, അവർക്ക് കുട്ടിയും ഭർത്താവും ഒക്കെ ഉള്ളവരൊക്കെ തന്നെയാ. അവരൊക്കെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട് എൻ്റെ കൂടെ. എല്ലാത്തിനും ഉപരി ജിജിയമ്മ എൻ്റെ അമ്മ പോലാണ്. ജിജിയമ്മ ഞങ്ങളുടെ രണ്ടുപേരും കഷ്ടപ്പെട്ട് നോക്കുന്ന ജിജിയമ്മയാണ്. ഞാൻ ജിജിയമ്മക്ക് തമ്മിൽ ഭയങ്കര വഴക്കൊക്കെ നടക്കുമെങ്കിലും എനിക്ക് ജിജിയമ്മ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. അമ്പാടിയെ പൊന്നുപോലെ നോക്കുന്നത്. എനിക്ക് പനി വന്നാലും രാത്രി ഉറക്കത്തിൽ കിടന്ന് ജിജിയമ്മയെന്നാണ് വിളിക്കുക. അമ്പാടിക്ക് വയ്യാതെ വന്നാലും കൂടുതലും അമ്പാടിയായിട്ട് അത്ര അറ്റാച്ച്ഡ് ജിജിയമ്മ. ഞങ്ങൾ അങ്ങനെയാണ് ജിജിയമ്മ നോക്കുന്നത്. ജിജിയമ്മയൊക്കെ എന്നോട് പറയാറുള്ള എന്താ, ഞാനൊക്കെ കിടന്ന് ജിജിയമ്മയുടെ അടുത്ത് അമ്മയില്ലാത്ത സമയത്ത് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ജിജിയമ്മ ജിജിയമ്മ എന്നാ വിളിക്കുന്നത്. അങ്ങനെ ഭയങ്കര ക്ലോസ് ആണ് മെന്റലി. അങ്ങനെ എനിക്ക് ഞാൻ ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു, അല്ലെങ്കിൽ ഞാൻ തനിച്ചായി എന്ന് തോന്നാത്ത രീതിയിൽ ദൈവം എനിക്കൊരു സർക്കിളിനെ എത്തിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ജിജിയമ്മയെ പോലെയുള്ളവരായിട്ട്. ഇപ്പൊ ഷെരീഫ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് നമ്മുടെ കൂടെ. ചേച്ചിയൊക്കെയായിട്ട് ഒത്തിരി പേര്, ശ്രുതി, എൻ്റെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ഇൻഡസ്ട്രി റിലേറ്റഡ് ആൾക്കാരായി വളരെ കുറവാ. 2-3 പേരേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഇൻഡസ്ട്രിക്ക് വെളിയിലുള്ള സുഹൃത്തുക്കളാ. അതാണ് ഇതിന് ഏറ്റവും വലിയ. ഇൻഡസ്ട്രിയിൽ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും വളരെ കുറവാണ്. വളരെ വിരലിൽ എണ്ണാവുന്നവര് പോലും ഇല്ല. ഇൻഡസ്ട്രിക്ക് വെളിയിലാണ് സുഹൃത്തുക്കൾ അത്രയും.